നമസ്കാരം. സ്വർണ്ണക്കപ്പ് ലക്ഷ്യമാക്കി 4 രാജ്യങ്ങൾ സൂപ്പർ താരങ്ങൾ കാൽപന്താവേശം സെമി പോരിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഫ്രാൻസ് സെമിയിൽ സ്പെയിനിനെ നേരിടുകയാണ്. ഫ്രാൻസ് സ്പെയിൻ സൂപ്പർ പോരാട്ടം. ഫൈനലിലേക്കുള്ള കൗണ്ടർ 4 ടീമുകൾക്കും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരു സൂപ്പർ ടീം, ഒരുപിടി സൂപ്പർ താരങ്ങൾ ലോകകപ്പിൽ നിന്ന് പുറത്താകുമെന്ന് ഉറപ്പാണ്. കിലിയൻ എംബപ്പയുടെ ഫ്രാൻസ് ആണോ, ലെമിൻ യമാലിന്റെ സ്പെയിൻ ആണോ കലാശ പോരാട്ടത്തിന് യോഗ്യത ഉറപ്പിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുന്നു ഫുട്ബോൾ പ്രേമികൾ. രാത്രി 12:00 സൂപ്പർ പോരാട്ടം. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തുമുള്ള 2 ടീമുകളാണ് നേർക്കുനേർ വരുന്നത് എന്നതാണ് ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത. ലോകകപ്പിന് മുൻപ് ഫിഫ റാങ്കിങ്ങിലെ 1-ാം സ്ഥാനം നഷ്ടമായ ഫ്രാൻസ് ലോകകപ്പിലെ മിന്നും പ്രകടനത്തോടെയാണ് 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് 3-ാം സ്ഥാനത്താണ് നിലവിൽ സ്പെയിനെങ്കിലും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഒഴികെ നടത്തിയത് മികച്ച പ്രകടനമാണ്. നമുക്ക് ചില കണക്കുകളിലേക്ക് കൂടി പോയാൽ ലോകകപ്പിൽ ടീമുകളുടെ പ്രകടനം അതിവേഗം ഒന്ന് പരിശോധിക്കാം. ആദ്യം ഫ്രാൻസിലേക്ക് വന്നാൽ ഫ്രഞ്ച് പടയുടെ ജൈത്രയാത്രയാണ് നമ്മൾ ഈ ലോകകപ്പിൽ കണ്ടത്. ഗ്രൂപ്പിൽ 3 മത്സരവും ജയിച്ച് നോക്കൌട്ടിൽ എത്തി. ആദ്യ മത്സരത്തിൽ സെനഗലിനെ 1-നെതിരെ 3 ഗോളിനും ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളിനും നോർവേയെ 1-നെതിരെ 4 ഗോളിനും ഫ്രാൻസ് തകർത്തു. റൗണ്ട് ഓഫ് 32-ൽ സ്വീഡനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളിനാണ്. പ്രീ ക്വാർട്ടറിൽ പരാഗ്വയ് പരുക്കൻ കളികളുമായി അല്പം പിടിച്ചുനിന്നെങ്കിലും എതിരില്ലാത്ത 1 ഗോളിന് അവിടെയും ജയം. ഒടുവിൽ സൂപ്പർ താരങ്ങൾ ഏറ്റുമുട്ടിയ ക്വാർട്ടറിൽ മൊറോക്കോയുടെ അപരാജിത കുതിപ്പിനും അവസാനം കുറിച്ച് ഫ്രാൻസ് സെമിയിലെത്തി. എതിരില്ലാത്ത 2 ഗോളിനായിരുന്നു ക്വാർട്ടറിലെ ജയം. ഇനി സ്പെയിനിലേക്ക് വന്നാൽ സ്പെയിൻ ആദ്യം സമനിലയോടെയാണ് തുടങ്ങിയത്. കേപ്പ് വെർദെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. പിന്നീട് തുടർ ജയങ്ങൾ. സൗദിയെ എതിരില്ലാത്ത 4 ഗോളിനും യുറുഗ്വായെ 1 ഗോളിനും തോൽപ്പിച്ച് നോക്കൌട്ടിലേക്ക്. റൗണ്ട് ഓഫ് 32-ൽ ഓസ്ട്രിയയും പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലും ക്വാർട്ടറിൽ ബെൽജിയവും വന്നെങ്കിലും സ്പെയിൻ ജയിച്ചു കയറി. അപരാജിതരായ 2 സംഘമാണ് നേർക്കുനേർ പോരിന് ഇറങ്ങുന്നത് എന്നതാണ് പ്രത്യേകത. നമുക്ക് അതിലേറെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1ഉം 3ഉം റാങ്കിൽ ഉള്ള 2 ടീമുകൾ മുൻ ചാമ്പ്യന്മാർ നേർക്കുനേർ വരുന്നു എന്നതും പ്രത്യേകതയാണ്. നേർക്കുനേർ പോരാട്ടത്തിന്റെ കണക്കിലേക്ക് കൂടി വന്നാൽ സ്പെയിനും ഫ്രാൻസും എന്നും ചിരവൈരികളാണ്. പക്ഷേ സ്പെയിനിന് മുൻതൂക്കമുണ്ട് കളത്തിൽ. നമുക്ക് ചില കണക്കുകൾ കാണാം. 38 മത്സരങ്ങളിലാണ് ഇതുവരെ ഫ്രാൻസും സ്പെയിനും പരസ്പരം ഏറ്റുമുട്ടിയത്. 18 മത്സരങ്ങളിൽ സ്പെയിനും 13 മത്സരങ്ങളിൽ ഫ്രാൻസും ജയിച്ചു. 7 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചു. സമീപകാലത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇരു ടീമും നടന്നിട്ടുള്ളത്. അവസാന 10 മത്സരങ്ങളുടെ കണക്കെടുത്താൽ 10-ൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആ കണക്കുകൾ നമുക്ക് കാണാം. 4 മത്സരങ്ങളിൽ സ്പെയിനും 4 മത്സരങ്ങളിൽ ഫ്രാൻസും ജയിച്ചു. 2 മത്സരങ്ങൾ സമനിലയായി. 96 വർഷത്തെ ലോകകപ്പ് ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് ഫ്രാൻസും സ്പെയിനും ലോകകപ്പിൽ നേർക്കുനേർ വന്നത്. അത് 2006 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലായിരുന്നു. അന്ന് 1-നെതിരെ 3 ഗോളിന് സ്പെയിനെ തോൽപ്പിച്ച് ഫ്രാൻസ് ക്വാർട്ടറിൽ കടന്നു. ഒടുവിൽ ഫൈനലിൽ ഇറ്റലിയോടെയാണ് സിദാന്റെ ഫ്രഞ്ച് പട അന്ന് തോറ്റത്. ഇനി നമ്മൾ ഫോർമേഷനിലേക്ക് പോവുകയാണ്. 2 ടീമിനും ശക്തരായ നിര തന്നെയാണ് ഉള്ളത്. ആദ്യം ഫ്രാൻസിലേക്ക് പോയാൽ ഫ്രാൻസ് ആയാലും സ്പെയിൻ ആയാലും ഓരോ പൊസിഷനിലും ലോകോത്തര താരങ്ങളുള്ള സംഘമാണ്. പകരക്കാരിലും സൂപ്പർ താരങ്ങളുള്ള സംഘമാണ്. സെമി ഫൈനലിലേക്ക് എത്തുമ്പോൾ ആദ്യ 11-നെ കുറിച്ച് യാതൊരു ആശങ്കയുമില്ലാതെയാണ് ടീമുകൾ തയ്യാറെടുക്കുന്നത്. ഫ്രാൻസിന്റെ നിരയെ നമ്മൾക്ക് കാണാം. എംബപ്പയുടെ നേതൃത്വത്തിലുള്ള മുന്നേറ്റ നിര തന്നെയാണ് ഫ്രാൻസിന്റെ കരുത്ത് എന്ന് നമുക്ക് എടുത്തു പറയാം. ഫ്രാൻസ് ടീമിനെ കാണാം. 4-2-3-1 എന്ന ശൈലിയാണ് സമീപകാലത്തെല്ലാം തന്നെ കോച്ച് ദിദിയർ ദെഷാം ടീമിനെ ഇറക്കിയത്. അതേ ശൈലിയിൽ തന്നെ തുടരും. ഏതെങ്കിലും ഒരു ടീമിനെ നോക്കി ഈ ശൈലി മാറ്റുന്ന രീതി അത് ഫ്രാൻസിനില്ല. ഫ്രാൻസിന് അത്രമാത്രം ശക്തമായ നിര അവരുടെ പോക്കറ്റിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും പതിവ് പോലെയുള്ള അതേ താരങ്ങളെ തന്നെയാണ് ഫ്രാൻസ് ഇറക്കുന്നത്. മുന്നേറ്റത്തിൽ ഗോൾ അടിച്ചു കൂട്ടുന്ന ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ ഇപ്പോൾ മുന്നിലുള്ള കിലിയൻ എംബപ്പെ 8 ഗോളുകളും അതോടൊപ്പം 3 അസിസ്റ്റുമായി കിലിയൻ എംബപ്പെ മുന്നിലുണ്ട്. എംബപ്പെ തന്നെയാണ് സെൻട്രൽ സ്ട്രൈക്കർ സ്ഥാനത്ത് ഉണ്ടാവുക. ചെറിയ പരിക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായെങ്കിലും അത് ഗുരുതരമല്ല എന്ന് തന്നെയാണ് ടീം വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് എംബപ്പെ ആദ്യ 11-ൽ തന്നെ ഇറങ്ങുകയും ചെയ്യും. എംബപ്പയ്ക്ക് തൊട്ടു പിന്നിൽ 3 പേർ കൂടി അറ്റാക്കിങ്ങിലുണ്ട്. ഉസ്മാൻ ഡെമ്പലെ, അതോടൊപ്പം മൈക്കൽ ഒലീസെ, ഡിസയർ ദുബെ. ഈ ആക്രമണ നിര തന്നെയാണ് ഫ്രാൻസിന്റെ കരുത്ത്. ദുബൈക്ക് പകരം ബ്രാക്കോള ഫ്രാൻസിനായി ഇറങ്ങി മികച്ച പ്രകടനം നടത്തിയതും ടീമിന് പ്രതീക്ഷയാണ്. 2 പേരും മാറി മാറി ഈ 11-ൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മധ്യനിരയിൽ അഡ്രിയാൻ റാബിയോയ്ക്കൊപ്പം ഒറേലിയൻ ചുവാമെനി ഇത്തവണയും കളിക്കും. മാനുക്കോനയ്ക്ക് പരിക്കേറ്റെങ്കിലും അതൊന്നും ഫ്രാൻസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്ന് കരുതുന്നില്ല. കാരണം ഈ നിര അത് ആരൊക്കെ മാറിയാലും അവിടെ ഒരു കൃത്യമായി തന്നെ പകരക്കാരെ ഇറക്കാൻ ശേഷിയുള്ള ഒരു ബെഞ്ച് സ്ട്രെങ്ത്
ഫ്രാൻസിനുണ്ട്. പ്രതിരോധത്തിൽ പതിവ് സംഘം യൂൾസ് കുണ്ടേ, ഡായോട്ട് ഉപമെക്കാനോ, അതോടൊപ്പം വില്യം സാലിബ, ലൂക്കാസ് ഡിഗ്നെ എന്നിവർ തന്നെ ഇറങ്ങും. കഴിഞ്ഞ മത്സരത്തിലും സമാനമായ ഒരു പ്രതിരോധ നിര തന്നെയാണ് ഇറങ്ങിയത്. ഇത്രയും ശക്തരായ നിര തന്നെയാണ് ഉള്ളത് എന്ന് മാത്രമല്ല, ഈ പകരക്കാരിൽ കൂടി മികച്ച താരങ്ങളുള്ള നിരയാണ് ഫ്രാൻസിനുള്ളത്. ഗോൾ വല കാക്കാൻ പതിവ് പോലെ തന്നെ മൈക്ക് മെയ്നാനും കളത്തിൽ ഇറങ്ങും. ഈ കരുത്തർക്ക് പുറമെയുള്ള ഈ ഏത് പൊസിഷനിലും പകരക്കാർ ഇറങ്ങുന്ന ആ ശക്തി തന്നെയാണ് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തരായി, ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ശക്തരായ ടീമാക്കി ഫ്രാൻസിനെ മാറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചു കൂട്ടിയ ടീമാണ് ഫ്രാൻസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മുന്നേറ്റ നിരയെ പിടിച്ചു കെട്ടുക എന്നത് തന്നെയാകും സ്പെയിനിന് മുന്നിലുള്ള വെല്ലുവിളി. ഇനി നമുക്ക് സ്പെയിൻ നിരയിലേക്ക് വന്നാൽ അവിടെയും സമാനമാണ് അവസ്ഥ. മികച്ച താരങ്ങളുള്ള ഒരു നിര തന്നെയാണ് സ്പെയിനുമുള്ളത്. നമുക്ക് കാണാം, ഈ സെമിയിൽ എത്തിയ സംഘങ്ങളിൽ ഏറ്റവും ചെറുപ്പമുള്ള സംഘം അത് സ്പെയിനാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ 4 ടീമുകളിൽ ഏറ്റവും പ്രായം കുറവുള്ള, ആ ടീമിന്റെ ആകെ പ്രായം കണക്ക് കൂട്ടുമ്പോൾ പ്രായക്കുറവുള്ള ചുറുചുറുക്കുള്ള സംഘമാണ് സ്പെയിൻ. ആ ചെറുപ്പത്തിന്റെ ചുറുചുറുക്കിനെ തന്നെയാണ് കോച്ച് ലൂയിസ് ഡി ലാ ഫ്യുവന്റെയുടെ ആ പ്രതീക്ഷ ഉള്ളത്. പ്രതിരോധത്തിനും ആക്രമണത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന, മധ്യനിരയുടെ ഇടപെടലിൽ കൂടുതൽ നിയന്ത്രണമുള്ള 4-1-2-3 എന്ന ശൈലിയാണ് സ്പെയിൻ സ്വീകരിക്കുന്നത്. നമ്മൾ 4-3-3 എന്ന ശൈലിയോട് അടുപ്പിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ആ ഒരു ശൈലിയിൽ തന്നെയാണ് ഈ ലോകകപ്പിൽ പല മത്സരങ്ങളിലും സ്പെയിൻ കളിച്ചത്. അതേ ശൈലി തന്നെ ഇവിടെയും തുടരും. ഈ ലോകകപ്പിന്റെ താരമായി മാറുന്ന ലെമിൻ യമാൽ, മൈക്കൽ ഒയർസബാൽ എന്നിവർക്കൊപ്പം നിക്കോ വില്യംസ് കൂടി ഇത്തവണ ആദ്യ ലെവലിൽ തിരിച്ചെത്തുന്നതോടെ സ്പെയിനിന്റെ ആക്രമണ നിര അത് ശക്തമാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ തന്നെയാണ് ആ പ്രതീക്ഷയും. ഒരുപക്ഷെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിക്കോ വില്യംസിനും അതോടൊപ്പം യമാലിനും ഈ ലോകകപ്പിന് തൊട്ടു മുൻപ് പരിക്കേറ്റതാണ് ഒരുപക്ഷെ വലിയ ആശങ്കയായി ഉണ്ടായിരുന്നത്. യമാൽ അതിവേഗം തന്നെ പരിക്കിൽ നിന്ന് മുക്തനായി ടീമിന്റെ ഒപ്പം എത്തി. ഇപ്പോൾ നിക്കോ വില്യംസ് കൂടി ടീമിന് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങുകയും ചെയ്തു. പക്ഷേ അത് ആദ്യ ലെവലിലായിരുന്നില്ല. ഇത്തവണ ആദ്യ ലെവലിൽ തന്നെ നിക്കോ വില്യംസിന്റെ ഒരു സാന്നിധ്യം ടീമിന് കരുത്താവുകയും ചെയ്യും. എന്തായാലും നിക്കോ വില്യംസ് വന്നാൽ ബയാന ആദ്യ ലെവലിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെയും നമ്മൾ നേരത്തെ ഫ്രാൻസിനോട് പറഞ്ഞതുപോലെ തന്നെ മികച്ച താരങ്ങൾ ബയാന പോകുമ്പോൾ നമുക്കറിയാം മികച്ച പ്രകടനം നടത്തിയ ഒരു താരം തന്നെയാണ് ബയാന ഉള്ളത്. അതുകൊണ്ട് പകരക്കാരിലേക്ക് എത്തുമ്പോഴും സ്പെയിനെ സംബന്ധിച്ചും ആശങ്ക ഏതുമില്ല. മധ്യനിരയിൽ ക്യാപ്റ്റൻ റോഡ്രിക്കും പെഡ്രി, ഫാബിയാൻ റൂയിസ് സഖ്യത്തിനാകും ഈ കളി മെനയേണ്ട ചുമതല ഉണ്ടാകുക. റോഡ്രി ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ഒരു ചുമതലയായിരിക്കും ഈ മത്സരത്തിൽ വഹിക്കുക. അതോടൊപ്പം പ്രതിരോധത്തിലേക്ക് എത്തിയാൽ അത് പതിവ് സംഘമാണ്. പെഡ്രോ പോറോ, ഐമെറിക് റിപ്പോർട്ട്, അതോടൊപ്പം പാവോ കുബാർസി, മാ കുക്കുറേയ എന്നിവർ അണിനിരക്കും. പരിചയസമ്പന്നരും യുവനിരയും ഒരുപോലെ ഇഴുകിച്ചേർന്ന് ശക്തമാണ് സ്പെയിൻ നിരയും. പകരക്കാരിൽ ഗോളടിച്ച് ടീമിന് മുതൽക്കൂട്ടായ മൈക്കൽ മെറീനോ ഉൾപ്പെടെയുള്ള ഒരുപിടി താരങ്ങൾ ബെഞ്ചിലുമുണ്ട് എന്നത് ശക്തമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകകപ്പിലെ തന്നെ സൂപ്പർ സബ്ബുമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ നമ്മൾ പേരെടുത്ത് പറയുന്ന താരമാണ് മെറീനോ അടക്കമുള്ള താരങ്ങൾ. അവരടക്കം ഒന്നാം ടീമിൽ തന്നെ, ഒന്നാം നിരയിൽ തന്നെ എത്താനുള്ള ഒരു ശ്രമം പലപ്പോഴും പരിശീലകർ അടക്കം പറയും. അത് അത്രമാത്രം മികച്ച താരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും മികച്ച താരങ്ങളെ പലപ്പോഴും ബെഞ്ചിൽ ഇരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഈ ടീമുകൾക്കുള്ളത്. 2 ടീമും ശക്തരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇന്നത്തെ മത്സരത്തിൽ ലോകമെങ്ങുമുള്ള കായിക പ്രേമികൾ ഉറ്റുനോക്കുന്നത് കിലിയൻ എംബപ്പെ വേഴ്സസ് ലെമിൻ യമാൽ പോരാട്ടത്തിനായാണ്. വളരെ കൗതുകകരമായ ഒരു കണക്ക് ഇരുവർക്കും പറയാനുണ്ട്. ഇന്നലെ 19ാം പിറന്നാൾ ആഘോഷിച്ച ലെമിൻ യമാൽ മത്സരത്തിന് മുൻപ് ഫ്രാൻസിനെ ഭയമില്ലാതെ നേരിടാൻ പറ്റുന്ന സംഘം അത് സ്പെയിനാണ് എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞിട്ടുണ്ട്. ജയമാകും പിറന്നാൾ സമ്മാനമെന്നാണ് യമാലിന്റെ പ്രതീക്ഷ. അതിനൊരു കാരണവുമുണ്ട്. ഇതുവരെ കിലിയൻ എംബപ്പയുടെ ടീമിനെതിരെ ഇറങ്ങിയ നോക്കൌട്ട് മത്സരങ്ങളിൽ എല്ലാം യമാലിന് ജയിക്കാനായിട്ടുണ്ട് എന്നതാണ് ചരിത്രം. നമുക്ക് ചില കണക്കുകൾ, ഓരോ മത്സരത്തിന്റെ കണക്കുകൾ പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. കിലിയൻ എംബപ്പയും ലെമിൻ യമാലും ക്ലബിനും രാജ്യത്തിനുമായി 5 തവണയാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. 2024 യൂറോ കപ്പ് സെമി ഫൈനലിലാണ് ഇരുവരും ആദ്യമായി ഒരു നോക്കൌട്ട് മത്സരത്തിൽ നേർക്കുനേർ വന്നത്. യമാൽ ഗോൾ നേടിയ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളിനായിരുന്നു ഫ്രാൻസിനെതിരെ സ്പെയിനിന്റെ ജയം ഉണ്ടായത്. എന്തായാലും ആദ്യ മത്സരത്തിൽ തന്നെ അങ്ങനെ ജയം കുറിക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് മുകളിൽ ജയം കുറിക്കാൻ ലെമിൻ യമാലിന് സാധിച്ചു. പിന്നീട് രണ്ടാമത്തെ മത്സരം വന്നത് അത് ക്ലബ് തലത്തിലാണ്. കഴിഞ്ഞ വർഷം സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിലെ ബാഴ്സലോണ റയൽ മാഡ്രിഡ് പോരാട്ടത്തിലാണ് ഇരുവരും പിന്നീട് നേർക്കുനേർ വന്നത്. അന്ന് എംബപ്പെ ആദ്യ ഗോൾ നേടി റയലിനെ മുന്നിലെത്തിച്ചെങ്കിലും 2 ഗോൾ അടിച്ച യമാലിന്റെ കരുത്തിൽ ബാഴ്സലോണ ജയിച്ചു. 2-നെതിരെ 5 ഗോളിന്റെ ഉജ്ജ്വല ജയമാണ് ബാഴ്സ കുറിച്ചത്. കിരീടം നേടുകയും ചെയ്തു. മൂന്നാമത്തെ മത്സരം വന്നതും ഈ ക്ലബ് തലത്തിൽ തന്നെയാണ്. കോപ്പ ഡെൽ റേ ഫൈനലിലായിരുന്നു ആ പോരാട്ടം ഉണ്ടായത്. കോപ്പ ഡെൽ റേ 2025 കോപ്പ ഡെൽ റേ പോരാട്ടത്തിൽ റയലും ബാഴ്സലോണയും ഏറ്റുമുട്ടി. എംബപ്പയും യമാലും ഏറ്റുമുട്ടി. ഇത്തവണയും ജയം യമാലിനൊപ്പം. യമാൽ ഗോൾ നേടിയില്ലെങ്കിലും 2-നെതിരെ 3 ഗോളിന് ബാഴ്സലോണ അന്ന് ജയിക്കുകയും ചെയ്തു.
പിന്നീടുള്ള നാലാമത്തെ പോരാട്ടം വന്നത് അതേ വർഷം നേഷൻസ് ലീഗ് സെമി ഫൈനലിലാണ് ഇരു താരങ്ങളും പിന്നീട് നേർക്കണ്ട മറ്റൊരു സൂപ്പർ പോരാട്ടം. അന്ന് ഇരു രാജ്യങ്ങൾക്ക് വേണ്ടി സ്പെയിനും ഫ്രാൻസിനുമായി ഈ താരങ്ങൾ ഇറങ്ങി. ഗോൾ മഴ പെയ്ത ഒരു മത്സരമാണ് ഉണ്ടായത്. 9 ഗോളുകൾ പിറന്ന മത്സരത്തിൽ 4-നെതിരെ 5 ഗോളിന് സ്പെയിൻ ഫ്രാൻസിനെ തോൽപ്പിച്ചു. യമാൽ 2ഉം എംബപ്പെ 1 ഗോളും നേടുകയും ചെയ്തു. പക്ഷേ സന്തോഷച്ചിരിയും ആഘോഷവും ഇത്തവണയും യമാലിനൊപ്പം നിന്നു. 5ാമത്തെ മത്സരം ഏറ്റവും ഒടുവിൽ നടന്നത് ഈ വർഷം ജനുവരിയിൽ നടന്ന മത്സരമാണ്. ഈ വർഷം ആദ്യം വീണ്ടും സ്പാനിഷ് സൂപ്പർ കപ്പിലാണ് ബാഴ്സലോണയും റയൽ മാഡ്രിഡും നേർക്കുനേർ വന്നപ്പോൾ ഇരു താരങ്ങളും ഒന്നിച്ചു കണ്ടു. വീണ്ടും ഒരു നോക്കൌട്ട് മത്സരത്തിൽ ഇരു താരങ്ങളും നേർക്കുനേർ വന്നു. അവിടെയും ജയം യമാലിന്റെ ടീമായ ബാഴ്സലോണയ്ക്ക് ആയിരുന്നു. 2-നെതിരെ 3 ഗോളിനാണ് അവിടെ യമാൽ ജയിച്ചത്. ഇത്തവണയും യമാലിന്റെ സംഘം കിലിയൻ എംബപ്പയ്ക്ക് വിലങ്ങ് തടിയാകുമോ എന്നത് ഒരു ചോദ്യമാണ്. പക്ഷേ എംബപ്പയെയും ഫ്രാൻസിനെയും സംബന്ധിച്ച് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കണക്ക് കൂടിയുണ്ട്. ലോകകപ്പ് നോക്കൌട്ടിൽ 2022 ഫൈനലിൽ അർജന്റീനയോട് തോറ്റതൊഴികെ ഒരിക്കൽ പോലും എംബപ്പെ ആദ്യ 11-ൽ ഇറങ്ങിയ മത്സരത്തിൽ ഫ്രാൻസ് പരാജയം അറിഞ്ഞിട്ടില്ല എന്നൊരു കണക്ക് കൂടി ഫ്രാൻസിനെ സംബന്ധിച്ചും ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കണക്കാണ്. അതിലേറെ ഈ ലോകകപ്പിലേക്ക് വന്നാൽ നമുക്കറിയാം ലെമിൻ യമാൽ വെറും 1 ഗോൾ മാത്രമാണ് നേടിയത്. കിലിയൻ എംബപ്പെ ആകട്ടെ 8 ഗോൾ നേടി നിൽക്കുകയാണ്. അത്രമാത്രം മികച്ച ഫോമിലാണ്. ഇരുവരും തമ്മിലുള്ള പോരാട്ടം ആ രീതിയിൽ കൂടി നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഖിലാഫ്, 2 സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നത് മാത്രമല്ല 2 സൂപ്പർ ടീമുകൾ, ചിരവൈരികളായ 2 സംഘം, വളരെ ആവേശം നിറഞ്ഞ ഒരുപക്ഷെ ഫൈനലിന് മുമ്പുള്ള ഒരു ഫൈനൽ എന്ന് തന്നെ പറയാം. തീർച്ചയായും രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഫൈനലിന് മുമ്പുള്ള ഫൈനൽ എന്ന രീതിയിൽ തന്നെ പറയാനാവുന്ന ഒരു മത്സരം തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് ലെമിൻ യമാൽ വിസസ് എംബാപ്പെ എന്ന ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനി ടീമുകളുടെ വിലയിരുത്തലിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ അപകടകാരികളായ മുന്നേറ്റ നിരയുള്ള ഒരു ടീമും അതേപോലെ തന്നെ പ്രതിരോധത്തിൽ ശക്തരായ ടീമും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടിയാണ് ഇന്നത്തെ ഒരു മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചു കൂട്ടിയ ടീം ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഫ്രാൻസ് എന്നാണ്. അതേപോലെ തന്നെ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയ ടീം ഏതെന്ന ചോദ്യത്തിന് സ്പെയിൻ എന്നാണ് ഉത്തരം. അപ്പോൾ ആ ഒരു 2 ടീമുകളുടെ കളിശൈലികളിലും വ്യത്യാസങ്ങളുണ്ട്. അത് ആക്രമണത്തിൽ ഊന്നിയാണ് ഫ്രാൻസിന്റെ കളിയെങ്കിൽ പ്രതിരോധത്തിൽ ഊന്നിയാണ് സ്പെയിനിന്റെ കളി. അത് സ്പെയിനിന്റെ മികച്ചൊരു നിര തന്നെയുണ്ട്. അത് ഏത് നേരം വേണമെങ്കിലും കൗണ്ടർ അറ്റാക്കുകളും അതേപോലെ തന്നെ ആക്രമണ ഫുട്ബോളും കളിക്കാനുള്ള ഒരു കരുത്തുറ്റ നിരയാണ് സ്പെയിൻ നിരയിലുള്ളത്. അതേപോലെ തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു മികച്ച രീതിയിലുള്ള ഒരു ഡിഫൻസീവിനെ അല്ലെങ്കിൽ പ്രതിരോധത്തെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് ഇതുവരെയും മത്സരങ്ങൾ എത്തിയത്. അത് ക്വാർട്ടറിലാകട്ടെ സെമിയിലേക്ക് എത്തുമ്പോൾ ഇതുവരെ ഒരു മികച്ച ഒരു പരീക്ഷണം നേരിട്ടിട്ടില്ല. അത് ഇതിൽ ഏറ്റവും പ്രധാനം ഫ്രാൻസിന്റെ കുന്തമന എന്ന് പറയുന്നത് അവരുടെ ആക്രമണ നിര തന്നെയാണ്. അത് 8 ഗോളുകളുമായി ഗോൾ വേട്ടക്കാരിൽ മുന്നിൽ നിൽക്കുന്ന കിലിയൻ എംബാപ്പെ, ഒപ്പം 5 ഗോളുകളുമായി ഡെംബലെ, അതേപോലെ തന്നെ മൈക്കിൾ ഒലീസെ. ഈ 3 ത്രയങ്ങൾ അടിച്ചുകൂട്ടിയ ഗോളുകൾ എന്ന് പറയുന്നത് 13 ഗോളുകളാണ്. ഈ 13 ഗോളുകൾ തന്നെ ഏറ്റവും കൂടുതൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾ. അത് 8 ഗോളും അതേപോലെ തന്നെ 2 അസിസ്റ്റുമായി എംബാപ്പെ മുന്നിൽ നിൽക്കുമ്പോൾ തൊട്ട് പിന്നിൽ ഡെംബലയുണ്ട്. 5 ഗോളുകളും പിന്നെ അതേപോലെ തന്നെ 3 അസിസ്റ്റുകളുമാണ് ഡെംബലയുടെ പേരിലുള്ളത്. മൈക്കിൾ ഒലീസയെ സംബന്ധിച്ചിടത്തോളം 5 അസിസ്റ്റുകളാണ് താരത്തിനുള്ളത്. ഏത് നിമിഷം വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു ഈഗോ ഇല്ലാതെ മികച്ച രീതിയിൽ കളിയിൽ ഗോൾ നേടാനുള്ള താരങ്ങളാണ് ഫ്രാൻസിന്റെ പക്കലുള്ളത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ സ്പെയിൻ നിരയിലേക്ക് പോകുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാന താരമായി കണക്കുകൂട്ടുന്നത് ലെമിൻ യമാലാണ്, യുവതാരമാണ്. എന്നാൽ ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ അത്ര വലിയ പ്രകടനം കാഴ്ചവെക്കാൻ ലെമിൻ യമാലിന് ആയിട്ടില്ല. അത് താരത്തിന്റെ സംബന്ധിച്ചിടത്തോളം പരിക്കൊക്കെ അത് താരത്തിന് വില്ലനായിട്ടുണ്ടെങ്കിലും ഒറ്റ ഗോൾ മാത്രമാണ് ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ഇതുവരെ നേടാനായത്. ലെമിൻ യമാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗോളുകൾ അല്ലെങ്കിൽ കൂടുതൽ ഗോളുകൾ നേടാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു അവസരങ്ങളൊന്നും മുതലെടുക്കാൻ ലെമിൻ യമാലിന് സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ്. അതേപോലെ തന്നെ ബെഞ്ച് സ്ട്രെങ്ത് കൊണ്ടും ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ട ടീമാണ് സ്പെയിൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ പോർച്ചുഗലിനെതിരെയും അതിനു മുമ്പ് പ്രീ ക്വാർട്ടറിൽ അടക്കം ഗോൾ നേടിയിട്ടുള്ള മൈക്കിൾ മെറീനോ അടക്കമുള്ള താരങ്ങൾ ബെഞ്ചിലിരിക്കുമ്പോൾ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശക്തരായ നിര തന്നെയാണ്. 2010 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ ടിക്കി ടാക്ക കളിശൈലി അവതരിപ്പിച്ച ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ട് എങ്ങനെ ഫ്രാൻസിനെ പൂട്ടാം എന്ന രീതിയിലായിരിക്കും ഇന്ന് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വലിയൊരു ലക്ഷ്യം.
രജീഷ്. ശരി ഖിലാഫ, എന്തായാലും രണ്ട് ശൈലിയിൽ കളിക്കുന്ന സംഘമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പെയിനിന് നേരെ ഒരു ഗോൾ മാത്രമാണ് ഇതുവരെ വഴങ്ങിയത് എന്ന കണക്ക് തന്നെയാണ് അവരുടെ പ്രതിരോധത്തെ സംബന്ധിച്ച് നൽകുന്ന ആത്മവിശ്വാസം. പക്ഷേ ഫ്രാൻസിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഒരു ആക്രമണ നിര, എപ്പോഴും ആക്രമിച്ച് കളിക്കാൻ ശേഷിയുള്ള താരങ്ങൾ, അത് അതിവേഗ ഫുട്ബോൾ എന്ന് തന്നെ പറയാം. ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച അതിവേഗ ഫുട്ബോൾ കളിക്കുന്ന ടീമും ഫ്രാൻസാണ്. എങ്ങനെ ഈ രണ്ട് ശൈലികൾ തമ്മിൽ കളിക്കുമ്പോൾ ആർക്ക് മുൻതൂക്കം എന്നത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും 12:30-ക്കാണ് ഈ സൂപ്പർ സെമി പോരാട്ടം നടക്കുന്നത്. മറ്റു വാർത്തകൾ കൂടി പരിശോധിച്ചാൽ, ബ്രസീൽ സൂപ്പർ താരം നെയ്മാർ ജൂനിയർ 2030 ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുമെന്ന് പറയുന്നു ആരാധകർ. അതിനൊരു കാരണവുമുണ്ട്. ലോക ഫുട്ബോളിലെ മാന്ത്രികൻ നെയ്മാറും ബ്രസീലും ഇത്തവണ ലോകകപ്പിനോട് വിട പറഞ്ഞത് കണ്ണീരോടെയായിരുന്നു. നോർവേക്കെതിരായ തോൽവിക്ക് പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണെന്ന് നെയ്മാർ പ്രഖ്യാപിച്ചു. 4 ലോകകപ്പുകളിൽ ബ്രസീലിന്റെ ജേഴ്സി അണിഞ്ഞെങ്കിലും ഒരിക്കൽ പോലും ലോകകപ്പ് കിരീടം ഉയർത്താനാകാതെയാണ് താരത്തിന്റെ മടക്കം. പരിക്കുകൾ മൂലം 3 വർഷത്തോളം ദേശീയ ടീമിന് പുറത്തായിരുന്ന നെയ്മാർ അവസാന നിമിഷത്തിലാണ് ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചത്. സ്കോട്ട്ലൻഡിനും നോർവേക്കുമെതിരായ മത്സരങ്ങളിൽ പകരക്കാരനായി ഇറങ്ങിയ താരം ഒരു ഗോൾ നേടി. വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും നെയ്മാർ ഒരിക്കൽ കൂടി ബ്രസീൽ ജേഴ്സി അണിയണമെന്ന പ്രതീക്ഷയാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. ആരാധകരുടെ പ്രതീക്ഷയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നത് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു AI വീഡിയോയാണ്. കുട്ടിക്കാലം മുതൽ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ 4 നെയ്മാർമാർ ഒരുമിക്കുന്നതാണ് വീഡിയോയുടെ പ്രമേയം. കുട്ടി നെയ്മാറോട് സംസാരിക്കുന്ന താരം എല്ലാം നേടിയെന്നും പക്ഷേ ലോകകപ്പ് മാത്രം നേടാനായില്ല എന്ന് പറയുന്ന രംഗം ആരാധകരുടെ ഹൃദയം തൊടുന്നതാണ്. വൺ ലാസ്റ്റ് ഡാൻസ് നെയ്മാർ പറയുമ്പോൾ കുട്ടി നെയ്മാർ അത് ഏറ്റു പറയുന്നതോടെയാണ് വീഡിയോ അവസാനിക്കുന്നത്. I just need you to answer one question. Do you want me to try one last time? What year are you from? Yes. One last time. വീഡിയോ ലക്ഷക്കണക്കിന് ആരാധകർ ഏറ്റെടുത്തതിന് പിന്നാലെ നെയ്മാർ തന്നെ അത് ലൈക്ക് ചെയ്യുകയും കരയുന്ന ഇമോജിയോടെ പ്രതികരിക്കുകയും ചെയ്തു. അതോടെയാണ് ഇതൊരു സാധാരണ പ്രതികരണമല്ലെന്നും തിരിച്ചുവരവിന്റെ സൂചനയാക്കാമെന്ന ചർച്ചകൾ ശക്തമായത്. 2030 ലോകകപ്പ് നടക്കുമ്പോൾ നെയ്മാറിന് 38 വയസ്സാകും. എന്നാൽ ഫിറ്റ്നസ് നിലനിർത്താൻ കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ബ്രസീൽ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. കോൺഫെഡറേഷൻസ് കപ്പും ഒളിമ്പിക് സ്വർണവും ബ്രസീലിന് സമ്മാനിച്ച നെയ്മാറിന് ലോകകപ്പ് എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ ഒരു അവസരം കൂടി ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പൊരുതിത്തോറ്റെങ്കിലും സ്വന്തം നാട്ടിൽ രാജാക്കന്മാരെ പോലെ മടങ്ങിയെത്തിയിരിക്കുകയാണ് നോർവേയുടെ താരങ്ങൾ. മണ്ണിലും വിണ്ണിലും സ്നേഹമേറ്റുവാങ്ങി ഏർലിംഗ് ഹാലൻഡും കൂട്ടുകാരും. ലോകകപ്പിലെ അവിസ്മരണീയമായ പോരാട്ടങ്ങൾക്ക് ശേഷം നോർവേയുടെ വ്യോമപാതയിലേക്ക് എത്തിയ താരങ്ങൾ ഞെട്ടി. താരങ്ങളുടെ വിമാനങ്ങൾക്ക് അകമ്പടിയായി 3 F-35 യുദ്ധവിമാനങ്ങൾ. പിന്നാലെ വിമാനത്താവളത്തിൽ വാട്ടർ സല്യൂട്ട്. ഒരു രാജ്യമാകെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് നോർവേ താരങ്ങളെ. കഴിഞ്ഞില്ല. രാജകുടുംബത്തിന്റെ സ്വീകരണം വേറെ. റോയൽ പാലസിൽ ഹരാൾഡ് രാജാവുമായി കൂടിക്കാഴ്ച. കൊട്ടാരപ്പടികളിൽ വൈക്കിംഗ് റോ ആഘോഷത്തിന് നേതൃത്വം നൽകി കിരീടാവകാശി ഹാക്കോൺ രാജകുമാരൻ. പിന്നെ ആഘോഷം ആരാധകർക്കൊപ്പം. ഓപ്പൺ ടോപ്പ് ബസ്സിൽ താരങ്ങൾ ഓസ്ലോ നഗരം ചുറ്റുമ്പോൾ കാണാനായി ഒത്തുകൂടിയത് 10,000. ആദ്യ ലോകകപ്പിൽ തന്നെ വരവറിയിച്ച എർലിംഗ് ഹാലൻഡിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. അമേരിക്കയിലെ ടെക്സസിൽ നിന്നും താരം വാങ്ങിയ റാക്കൂൺ വിസ്കിയും കക്ഷത്തിൽ വെച്ചാണ് ഹാലൻഡ് വിമാനമിറങ്ങിയത്. ഹാലൻഡിന്റെ വിസ്കി ചിത്രം ആദ്യം വ്യാജമാണെന്ന് ആരാധകർ കരുതിയെങ്കിലും പിന്നീട് ഹാലൻഡ് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ പങ്കുവച്ചതോടെ ആ സംശയം അങ്ങ് മാറി. 28 വർഷത്തിനു ശേഷം ലോകകപ്പിലേക്കെത്തി മിന്നും പ്രകടനം നടത്തിയാണ് നോർവേ നാട്ടിലേക്കെത്തിയത്. രാജ്യത്തെ അടയാളപ്പെടുത്തി കരുത്ത് തെളിയിച്ചു മടങ്ങിയെത്തിയ സംഘത്തെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് ഒരു ജനത. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഫുട്ബോൾ ലോകകപ്പ് കലാശപ്പോരിലേക്ക് നീങ്ങുമ്പോൾ ഏറ്റവും ആഘോഷിക്കുന്നത് റയൽ മാഡ്രിഡ് ആരാധകരാണ്. മാഡ്രിഡ് സ്റ്റാർസിന്റെ സന്തോഷത്തിന് ചില കാരണങ്ങളുണ്ട്. റിപ്പോർട്ട് കാണാം.
കഴിഞ്ഞ സീസൺ റയൽ മാഡ്രിഡ് ആരാധകരെ സംബന്ധിച്ച കയ്പുനീരിന്റെ കാലമാണ്. സാന്റിയാഗോ ബെർണബിയോയിലേക്ക് കിരീടങ്ങൾ എത്തിയില്ലെന്ന് മാത്രമല്ല, ചിരവൈരികളായ ബാഴ്സയോട് സ്വന്തം മണ്ണിലടക്കം അടിയറവ് പറയേണ്ടിയും വന്നു. ചാമ്പ്യൻസ് ലീഗിലും കാലിടറി. ടീമിന്റെ താളം തെറ്റിയതടക്കം സർവത്ര പ്രശ്നങ്ങൾ. എന്നാൽ ലോകകപ്പ് മാഡ്രിസ്റ്റാസിന് നൽകുന്നത് ശുഭപ്രതീക്ഷയാണ്. ലോകകപ്പ് ഗോൾഡൻ ബൂട്ട് പോരിൽ ഗോളടിച്ചു കൂട്ടിയതിൽ ഏറിയ പങ്കും മാഡ്രിഡ് താരങ്ങൾ തന്നെ. ക്വാർട്ടർ പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ ആകെ പിറന്നത് 292 ഗോളുകളാണ്. ഇതിൽ 19 ഗോൾ അടിച്ചെടുത്തത് റയൽ താരങ്ങൾ. രണ്ടാമതുള്ള PSG 13ഉം ബേയൺ 12ഉമാണ് നേടിയത്. ലോകകപ്പിൽ ഏതെങ്കിലും ഒരു ക്ലബിന്റെ താരങ്ങൾ ചേർന്ന് നേടുന്ന ഏറ്റവും കൂടുതൽ ഗോളെന്ന നേട്ടവും ഇതോടെ റയൽ മാഡ്രിഡ് സ്വന്തം പേരിലാക്കി. നേരത്തെ 1954-ൽ ബുഡാപെസ്റ്റ് ഹോൺവേഡ് എഫ്സിയും 2014-ൽ ബേയൺ മ്യൂണിച്ചും കഴിഞ്ഞ വർഷം PSG താരങ്ങളും നേടിയ 18 ഗോളായിരുന്നു ഇതുവരെ റെക്കോർഡ്. എട്ട് ഗോളുമായി കിലിയൻ എംബപ്പയാണ് റയൽ ലിസ്റ്റിൽ ഒന്നാമത്. തുടർച്ചയായ 2 മത്സരങ്ങളിൽ നിന്ന് ഡബിൾ അടിച്ച ജൂഡ് ബെല്ലിംഗ്ഹാമാണ് 6 ഗോളുമായി രണ്ടാമത്. പ്രീ ക്വാർട്ടറിൽ പുറത്തായെങ്കിലും വിനീഷ്യസ് ജൂനിയർ 4 ഗോൾ നേടിയാണ് മടങ്ങിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ മടങ്ങേണ്ടി വന്ന തുർക്കിക്കായി ഗുള്ളർ നേടിയതാണ് മറ്റൊരു ഗോൾ. അസിസ്റ്റിലും റയൽ താരങ്ങൾ മോശമാക്കിയില്ല. 4 അസിസ്റ്റുമായി ബ്രഹീം ഡയസാണ് ഒലീസയ്ക്ക് പിന്നിൽ രണ്ടാമത്. 3 അസിസ്റ്റുമായി എംബപ്പയും പുറകിലുണ്ട്. ബെല്ലിംഗ്ഹാമിനും വിനീഷ്യസിനുമുണ്ട് ഓരോ അസിസ്റ്റ് വീതം. ഗോൾ പങ്കാളിത്തം നോക്കിയാൽ 28 ഗോളുകളിൽ റയൽ താരങ്ങളുടെ പേരടയാളപ്പെടുത്തിയിട്ടുണ്ട്. റയലിന്റെ ഗോൾ വല കാക്കുന്ന തിബോ കോർട്ടുവയുടെ പരിക്ക് മാത്രമാണ് മാഡ്രിസ്റ്റാസിന് ലോകകപ്പ് ആശങ്ക. ലോകകപ്പ് കഴിയുന്നതോടെ ലീഗ് പോരാട്ടങ്ങൾക്ക് കാഹളം മുഴങ്ങും. ഹോസെ മൊറീഞ്ഞോയ്ക്ക് കീഴിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് റയൽ ആരാധകർ. വേൾഡ് അപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഇനി ചില ലോകകപ്പ് വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിൽ. അർജന്റീന സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയതിന് പിന്നാലെ ജന്മനാട്ടിൽ ലിയോണൽ മെസ്സിക്ക് ആദരവ്. മെസ്സിയുടെ കൂറ്റൻ ജേഴ്സിയുമായി റൊസാരിയോയ്ക്ക് മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നു. നന്ദി ലിയോ എന്നെഴുതിയ ജേഴ്സിയുമായാണ് റൊസാരിയോയ്ക്ക് മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നത്. ജേഴ്സി വായുവിൽ തൂക്കിയിട്ട് ഹെലികോപ്റ്റർ ഏറെ നേരം വട്ടമിട്ട് പറക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ ആരാധകർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടതോടെ വീഡിയോ വൈറലായി. ഇംഗ്ലണ്ട് നോർവേ മത്സരത്തിനിടയിൽ ഇംഗ്ലണ്ട് ഗോളടിച്ചപ്പോൾ ആഘോഷിക്കാതിരുന്ന വിക്ടോറിയ ബെക്കാമിനെതിരായ വിമർശനത്തിൽ പ്രതികരണവുമായി ഡേവിഡ് ബെക്കാം. വിക്ടോറിയ മനസ്സിൽ ആഘോഷിക്കുന്നുണ്ടെന്നും ഉള്ളിലുള്ള വികാരം പുറത്തുവരാൻ സമയമെടുക്കുന്ന ആളാണ് വിക്ടോറിയ എന്നുമാണ് ബെക്കാമിന്റെ രസകരമായ മറുപടി. മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാം സമനില ഗോൾ നേടിയതിന് പിന്നാലെ ഗാലറി ഒന്നടങ്കം ആവേശത്തിലായ ഘട്ടത്തിൽ മൈതാനത്ത് പോലും നോക്കാതെ നിസ്സംഗയായി നിൽക്കുന്ന വിക്ടോറിയയുടെ ചിത്രമാണ് മീമുകളായി പ്രചരിച്ചത്. രൂക്ഷ വിമർശനം ഉയർന്നതോടെയാണ് ബെക്കാം പ്രതികരണവുമായി എത്തിയത്. നെയ്മാറിനോട് മാപ്പ് പറഞ്ഞുള്ള പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ ഇൻസ്റ്റാ സ്റ്റോറിയുമായി നോർവേ ഗോൾ കീപ്പർ ഓർജൻ നൈലാൻഡ്. തന്റെ പേരിൽ പ്രചരിക്കുന്ന അക്കൗണ്ട് വ്യാജമെന്ന് താരം പറഞ്ഞു. അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യണമെന്നും സ്റ്റോറിയിൽ അഭ്യർത്ഥന. നെയ്മാറിനോട് നൈലാൻഡ് മാപ്പ് പറയുന്നതായി വന്ന പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു. പിന്നാലെയാണ് അത് തന്റെ അക്കൗണ്ട് അല്ലെന്ന് വ്യക്തമാക്കി നൈലാൻഡ് തന്നെ രംഗത്തെത്തിയത്. നോർവേ താരം അലക്സാണ്ടർ സോർലോത്തിന് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് ഏർലിംഗ് ഹാളണ്ട്. ഇംഗ്ലണ്ടിനെതിരായ ക്വാർട്ടറിൽ ഹാളണ്ടിന് പാസ് നൽകാതെ ഗോളടിക്കാൻ ശ്രമിച്ച അവസരം കളഞ്ഞെന്ന് ആരോപിച്ചായിരുന്നു താരത്തിനെതിരെയുള്ള സൈബർ ആക്രമണം. പിന്നാലെ താരത്തിന് പിന്തുണയുമായി ഹാളണ്ടും നായകൻ ഒഡേഗാർഡും രംഗത്തെത്തി. ഇത് ഫുട്ബോളിൽ പതിവ് സാഹചര്യമാണെന്നും അതിൽ ആരെയും പഴിക്കേണ്ടതില്ലെന്നും താരങ്ങൾ പറഞ്ഞു. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ലിയോണൽ മെസ്സിയെ തള്ളി ഈജിപ്ത് താരം മുസ്തഫ സീക്കോ. മെസ്സി മികച്ച താരമാണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച താരം. അർജന്റീനയ്ക്കെതിരായ മത്സരത്തിൽ മെസ്സി ഉണ്ടെന്ന തോന്നൽ പോലും തനിക്കുണ്ടായിരുന്നില്ലെന്നും സീക്കോ പറഞ്ഞു. ലോകകപ്പിന് തൊട്ടു മുൻപ് VAR പാനലിൽ നിന്ന് ഫിഫ ഒഴിവാക്കിയ റഫറി മരിച്ച നിലയിൽ. 38-കാരനായ ഡച്ച് റഫറി റോബ് ഡീപെരിംഗാണ് മരിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമണ ആരോപണത്തെ തുടർന്നാണ് റോബിനെ ഫിഫ പാനലിൽ നിന്ന് ഒഴിവാക്കിയത്. ലോകകപ്പിന് ഒരാഴ്ച മുൻപായിരുന്നു നടപടി. പിന്നീട് കേസ് തള്ളിയെങ്കിലും റോബിനെ ഫിഫ തിരിച്ചെടുത്തില്ല. ഇതിൽ റോബ് കടുത്ത നിരാശനായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മരണകാരണം എന്തെന്ന് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല.
ഇനി നോക്കാം സോക്കർ ഗാല ലോക പ്രവചന മത്സരം. ലോകകപ്പിൽ അങ്ങനെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സെമിയിലും കൈനിറെ പണം വാരാൻ അവസരമൊരുക്കുകയാണ് സോക്കർ ഗാല പ്രവചന മത്സരം. എല്ലാ മത്സരത്തിലും പ്രവചനം നടത്തി ശരിയാകുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി ജിടെക് നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടർ നൽകുമ്പോൾ നോക്കൌട്ടിലെ ഓരോ മത്സരത്തിലും ശരിയുത്തരം പ്രവചിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. ലോകകപ്പിലെ ആദ്യ സെമിയിലെ സൂപ്പർ പോരാട്ടത്തിൽ ഇന്ന് ഫ്രാൻസ് സ്പെയിനെ നേരിടും. ഇന്ന് രാത്രി 12:30-ക്കാണ് മത്സരം. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്രമാത്രം: സ്ക്രീനിൽ കാണുന്ന 92490 98478 എന്ന നമ്പറിലേക്ക് രാത്രി 9 മണിക്ക് മുൻപായി മത്സരഫലം, സ്വന്തം പേര്, മൊബൈൽ നമ്പർ, അഡ്രസ് എന്നിവയുടെ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. മത്സരഫലം അയക്കുമ്പോൾ എത്ര ഗോളെന്ന് കൃത്യമായ സ്കോർ കാർഡ് തന്നെ പ്രവചിക്കണം. ഇനി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെങ്കിൽ അതും കൃത്യമായി രേഖപ്പെടുത്തി വേണം അയക്കാൻ. സെമി ഫൈനലിലെ ഓരോ മത്സരത്തിലും ശരിയായി പ്രവചിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിജയിക്ക് 5000 രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകും. പ്രവചനം ശരിയാകുന്ന എല്ലാവരെയും ബമ്പർ നറുക്കെടുപ്പിലേക്ക് പരിഗണിക്കും. വിജയികളെ ന്യൂസ് മലയാളം സ്പോർട്സ് യൂട്യൂബ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫൈനൽ വരെയുള്ള പ്രവചനങ്ങളിലെ വിജയികളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന ഭാഗ്യശാലിക്ക് ജിടെക് നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടർ സമ്മാനം ലഭിക്കും. ലോകകപ്പ് ആഘോഷമാക്കി എറണാകുളം മരടിലെ മാൻവി പ്രീ സ്കൂൾ. ജേഴ്സി ഡേയിൽ കുരുന്നുകൾ ഇഷ്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് സ്കൂളിൽ എത്തിയത്. കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് സ്പോർട്സിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫുട്ബോളിന്റെ ആവേശവും ഇതിഹാസ താരങ്ങളെയുമൊക്കെ അധ്യാപകർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ജേഴ്സി ഡേക്ക് മാറ്റുകൂട്ടാൻ കുട്ടികൾക്കായി പെനാൽറ്റി കിക്കും സംഘടിപ്പിച്ചു. കുട്ടികൾക്കൊപ്പം അധ്യാപകരും ചേർന്നതോടെ പരിപാടി കൂടുതൽ ആഘോഷമാക്കി. സോക്കർ ഗാല ഇനി രാത്രി 9:30 കാണാം. ഇനി ഫയറിന്റെ സമയമാണ്. ഫയറിൽ അഞ്ജലി ചേരും.